വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഓരോ സബ്സിഡറി അക്കൗണ്ട്സും കൺട്രോൾസ് അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ലെഡ്ജേഴ്സിനെ ഇൻഡിപെൻഡൻ്റ്ലി ബാലൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് വേരിയസ് ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെഡ്ജേഴ്സ് നമ്മൾ സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയും. റിയാലിറ്റിയിൽ എന്താ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ. പിന്നെ മറ്റൊന്ന് സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയും. അതായത് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ അക്കൗണ്ട്സിനാണ് കൺട്രോൾ അക്കൗണ്ട്സ് എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഈ അക്കൗണ്ട്സ് എല്ലാം ഈ സെൽഫ് ബാലൻസിങ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോട്ട് ലെഡ്ജർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്ന് നമുക്ക് പറയാം. അതിൽ നമ്മൾ സാധാരണ ഒരു പേർച്ചേസ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേർച്ചേസ് അക്കൗണ്ട് ജനറൽ ലെഡ്ജറിൽ പോയിട്ട് ഡെബിറ്റ് ചെയ്യും. അതുപോലെ സപ്ലൈസ് അക്കൗണ്ട് എന്ത് ചെയ്യും? ബോട്ട് ലെഡ്ജറിൽ വന്ന് ക്രെഡിറ്റ് ചെയ്യും. അല്ലേ? ഫോർ റെക്കോർഡിംഗ് എ പർച്ചേസ് ഇറ്റ് വിൽ ഒബ്സർവ് ദാറ്റ് ദ ഇനീഷ്യൽ എൻട്രീസ് ടു മെയ്ഡ് ടു ദ ഡെബിറ്റ് ഓഫ് പർച്ചേസ് അക്കൗണ്ട് ഇൻ ദ ജനറൽ ലെഡ്ജർ ആൻഡ് ടു ക്രെഡിറ്റ് ദ സപ്ലൈസ് അക്കൗണ്ട് ഇൻ ദ ബോട്ട് ലെഡ്ജർ. അല്ലേ? പർച്ചേസ് അക്കൗണ്ട് റിട്ടേൺ ടു സപ്ലൈസ് അക്കൗണ്ട് ആരാണോ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ഇത് സെൽഫ് ബാലൻസ് സിസ്റ്റത്തിലോട്ട് വരണമെങ്കിൽ ഒരു ഫർദർ എൻട്രിയും കൂടി വരും. ഇഫ് ഇറ്റ് ഇസ് ഡിസൈഡ് ടു മേക്ക് ദ ജനറൽ ആൻഡ് ബോട്ട് ലെഡ്ജർ സെൽഫ് ബാലൻസിങ്, എ ഫർദർ എൻട്രി വുഡ് ബി മെയ്ഡ്. എങ്ങനെയായിരിക്കും? ഡെബിറ്റിംഗ് ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ബോട്ട് ലെഡ്ജർ. ബോട്ട് ലെഡ്ജറിൽ പോയിട്ട് നമ്മൾ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ആൻഡ് ക്രെഡിറ്റിംഗ് ദ ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും വിത്ത് ടോട്ടൽ ഓഫ് പർച്ചേസ്. ഓരോന്നല്ല, ആ പർച്ചേസിൻ്റെ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും ജേണൽ എൻട്രി ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ്. എന്തിൻ്റെ? ക്രെഡിറ്റ് പർച്ചേസസ് ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റേഴ്സിന് എന്താക്കി വെച്ച് അങ്ങനെയല്ല, ക്രെഡിറ്റേഴ്സിനോട് ക്രെഡിറ്റ് ചെയ്ത ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ജേണൽ എൻട്രി ശ്രദ്ധിക്കണം. ജേണൽ എൻട്രി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യാൻ? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ചെയ്യില്ലേ? സപ്ലയർ അക്കൗണ്ട്, അതായത് പേഴ്സണൽ അക്കൗണ്ട് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും? ബോട്ട് ലെഡ്ജറിൽ പോയി ഡെബിറ്റ് ചെയ്യും. അതുപോലെ എത്രയാണ് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ലെഡ്ജറിൽ റിട്ടേൺ ഔട്ട്സ്പെയ്ഡ് അക്കൗണ്ടിൽ പോയിട്ട് ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യാറ്. അപ്പോൾ സെൽഫ് ബാലൻസിങ് അതിനോട് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് സെൽഫ് ബാലൻസിങ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ എൻട്രി വേണം. എങ്ങനെയെന്ന് വെച്ചാൽ, ക്രെഡിറ്റിംഗ് ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ബോട്ട് ലെഡ്ജർ. ബോട്ട് ലെഡ്ജറിൽ പോയിട്ട് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡെബിറ്റിംഗ് ദ ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ജനറൽ ലെഡ്ജർ വിത്ത് എഫോർ മെൻഷൻ എമൗണ്ട്, എത്രയാണ് എമൗണ്ട് അത് വെച്ചിട്ടും. അപ്പോൾ എങ്ങനെ എൻട്രി വരും? എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി അല്ലേ വരിക? ഇവിടെ എന്താ പറഞ്ഞേ? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രിയാണ് വരിക. ഓക്കെ. ജനറൽ ക്രെഡിറ്റിംഗ് ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ബോട്ട് ലെഡ്ജറിൽ പോയിട്ട് എന്ത് ചെയ്യണം? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് കാണിക്കണം. ആൻഡ് ഡെബിറ്റിംഗ് ദ ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ജനറൽ ലെഡ്ജർ. ഓക്കെ. അതായത് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റിട്ടേൺ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. പർച്ചേസ് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ. ഇനി പർച്ചേസ് റിട്ടേൺ അതുപോലെ ഏതൊക്കെ വരിക? ബിൽസ് പേബിൾ, ഡിസ്കൗണ്ട് പ്രൈസ്. ബി പർട്ടിക്കുലർലി നോട്ടഡ് ദാറ്റ് ദ ബാലൻസ് ഇൻ ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ജനറൽ ലെഡ്ജർ ബി ഈക്വൽ ടു that in the general ledger adjustment account the board ledger, but on the opposite side also the board ledger adjustment account shall self balance the general ledger. ഓക്കെ. അതായത് ഇങ്ങനെ നമ്മൾ ഓരോ എൻട്രീസും എന്ത് ചെയ്യണം? ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈക്വലായിട്ട് വരും. ലാസ്റ്റ് നോക്കുമ്പോൾ ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം, പക്ഷേ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം. ഓക്കെ. If there are several boat ledgers in use, each such ledger will have a general ledger adjustment account. Several boat ledgers നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നിനും നമ്മൾ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്
യൂസിന് ബോട്ട് ലെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റേഴ്സ് ലെഡ്ജേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആട്ടോ പറയുന്നത്. ഓക്കെ, ഇൻ ദ ജനറൽ ലെഡ്ജർ ദർ വിൽ ബി ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ഓഫ് ദീസ് ലെഡ്ജേഴ്സ്. For the sake of economy of effort and facility of posting, the additional entries for making ledgers self-balancing are made only periodically at the end of each month or week from the totals of transactions recorded in the subsidiary book kept for the purpose. Okay. പീരിയോഡിക്കലി നമ്മൾ എന്താണ് എക്കണോമിക് എഫേർട്ടും പിന്നെ നമ്മളുടെ പോസ്റ്റിംഗ് ഫെസിലിറ്റീസൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെൽഫ് മാനേജ്മെൻറ്റ് അഡീഷണൽ എൻട്രീസ് പീരിയോഡിക്കലിയോ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്തോ അല്ലെങ്കിൽ വീക്ക്ലിയോ ഒക്കെയാണ് ടോട്ടൽ ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ വരുന്ന സെയിൽസ് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ് ക്രെഡിറ്റ് സെയിൽ എങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാറ്? ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? ഡെറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് ലെഡ്ജർ പോയിട്ട് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതുപോലെ സെയിൽസ് അക്കൗണ്ടിൽ വന്നിട്ട് ജനറൽ ലെഡ്ജർ ക്രെഡിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ജേണലിനെ കുറിച്ചും ലെഡ്ജറിനെ കുറിച്ചും പോസ്റ്റിങ്ങിനെ കുറിച്ചിട്ടും ജേണലൈസിങ് ആൻഡ് പോസ്റ്റിംഗ് അത്യാവശ്യം നന്നായിട്ട് അറിയണം. ഓക്കെ, സെൽഫ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫെർദർ എൻട്രിയും കൂടി വേണ്ടി വരും. അതായത് നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ജനറൽ ലെഡ്ജറിൽ പോയി ഡെബിറ്റ് ചെയ്യും. ആൻഡ് ക്രെഡിറ്റിംഗ് ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ദ സെയിൽസ് ലെഡ്ജറിൽ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് എൻട്രി വരും. എന്താണ് ക്രെഡിറ്റ് സെയിൽ ഡെബിറ്റ് ടു ഡെറ്റേഴ്സ് ഡ്യൂറിങ് ദ മന്ത്. ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ബാലൻസിൽ ചെയ്യുന്നതാണ്. എന്താണ് ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. Again, when a part of the goods sold is received back, the balance realized, the entries are made to debit the sales return account with the value of goods returned and as well as bank account with the amount collected, and credit the total to personal account of customers in the sales ledger. അതായത് റിട്ടേൺസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് സെൽഫ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് നീഡ് ആൻ അഡീഷണൽ എൻട്രി. എങ്ങനെ വരും? ഇസ് ടു മെയ്ഡ് ഡെബിറ്റ് ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ സെയിൽസ് ലെഡ്ജർ. സെയിൽസ് ലെഡ്ജറിൽ പോയിട്ട് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ദെൻ ജനറൽ ലെഡ്ജറിൽ പോയിട്ട് സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സിമിലറി എൻട്രീസ് ക്യാൻ മെയ്ഡ് ഇൻ കേസ് ഓഫ് ബിൽസ് റിസീവർ, ഡിസോണർഡ് ബിൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻട്രി ചെയ്യുക ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. വേരിയസ് ഐറ്റംസ്, ഏതൊക്കെ ഐറ്റംസ് അവർ ഡിസ്കൗണ്ട് അലൗഡ്, ക്യാഷ് റിസീവ്ഡ്, ബാഡ് ഡെബ്റ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ഈ ഒരു എൻട്രിന് ഉപയോഗിക്കുക ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി ജനറൽ ലെഡ്ജർ ആസ് സ്റ്റേറ്റഡ് അബവ് ഈച്ച് ടൈം എൻട്രീസ് മെയ്ഡ് ഇൻ ദ ബോട്ട് ലെഡ്ജർ and sales ledger for self-balancing. The counter effect of the entries is shown in the boat ledger or sales ledger adjustment account set up in the general ledger. നമ്മൾ സെയിൽസ് ലെഡ്ജറിൽ അല്ലെങ്കിൽ ബോട്ട് ലെഡ്ജർ അഥവാ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്നതൊക്കെ എന്ത് വരും, ജനറൽ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൽ എൻട്രി വരും അല്ലേ. അതിന് കൗണ്ടർ എഫക്റ്റ് കാരണം ജനറൽ ലെഡ്ജർ ഓട്ടോമാറ്റിക്കലി സെൽഫ് ബാലൻസ് ആവും. The account represents the total debtors and creditors accounts and summarized from and thus serve to self-balance the general ledger. So ഈ അക്കൗണ്ട്സ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ടോട്ടൽ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സിൻ്റെ സമ്മറൈസ്ഡ് ഫോമുള്ള അക്കൗണ്ട്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ ലെഡ്ജർ സെൽഫ് ബാലൻസ് ആക്കാൻ വേണ്ടി നമുക്ക് വി ഹാവ് നോട്ട് നീഡ് എനി അഡീഷണൽ എൻട്രീസ്. പിന്നെ ആദ്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി കൊടുത്തു വെച്ച എൻട്രീസിൻ്റെ കൗണ്ടർ എഫക്റ്റ് കാരണം അത് ഓൾറെഡി സെൽഫ് ബാലൻസിങ് ആയിരിക്കും. It may be mentioned that in regard to several other accounts which are not related either to customers or suppliers, no additional entry is necessary under the self-balancing scheme, since both except of every transaction already exist in one or other of the accounts contained in the general ledger, such as cash sales, discounting of bills, recovery of bad debts, return of creating provision of bad debts, etc. അപ്പം നമ്മളിങ്ങനെ വേറെ എൻട്രീസ് ഉണ്ടാവില്ലേ, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും അല്ലാതെ വരുന്ന എൻട്രീസ് അതൊന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ട. അതൊക്കെ എന്ത് ചെയ്തിരിക്കും, നമ്മൾ ഒരു ട്രാൻസാക്ഷൻ്റെ ബോക്സ് എക്സെപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്തിൽ വരും, ഈ സെൽഫ് ബാലൻസിൽ ഓൾറെഡി വരും. കാരണം നമ്മൾ ടോട്ടൽസൊക്കെ അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ. അപ്പം
നോക്കി നോക്കൂ, ദിനേഷ് ആൻഡ് കമ്പനി ഹാവ് ത്രീ ലെഡ്ജേഴ്സ് ഉണ്ട്. ഡെറ്റേഴ്സ് ലെഡ്ജർ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ഉണ്ട്, അങ്ങനെ നോർമൽ ലെഡ്ജർ ഉണ്ട്, വിച്ച് ആർ ഓൾ കെപ്റ്റ് ഓൺ ദ സിസ്റ്റം ഓഫ് സെൽഫ് ബാലൻസിങ്. ഇതൊക്കെ സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ്. From the following particulars, prepare the adjustment account that would appear in each of these ledgers. So, balance of sundry debtors തന്നിട്ടുണ്ട് 16,000 ആണ്. ബാലൻസ് ഓഫ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് 18,500 ആണ്. പിന്നെ ജാനുവരി 31 ക്രെഡിറ്റ് പർച്ചേസ് നടന്നിട്ടുണ്ട് 4,500. ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട് 9,800. ക്യാഷ് സെയിൽസ് 1,500. പേ ടു ക്രെഡിറ്റേഴ്സ് 9,875. Discount allowed by them 325. Cash received from debtors 7,800. Allowed them discount 200. Bills payable accepted 1,500. Bills receivable received 3,000. Return inwards 8,075. And return outwards 600. Rebates allowed to debtors 2,075. Rebates allowed to creditors 150. Provision for debtful debts 320. And bad debts 450. ബിൽസ് റിസീവബിൾ ഡിസോണർ 375 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ജനറൽ ലെഡ്ജറിൽ അപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ 4 അക്കൗണ്ട്സ് നമുക്ക് വരും. ഒന്ന് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട്സിൽ, അതായത് ആദ്യം കണ്ടു ഡെറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൽ ഒരു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ ഒരു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ജനറൽ ലെഡ്ജറിൽ വന്നിട്ട് ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ നോക്കൂ, ഇത് നമ്മളുടെ ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജനറൽ ലെഡ്ജറിൽ വന്നിട്ട് ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സാധാരണ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്ന എൻട്രീസാണ് വരിക. പകരം എന്ത് ചെയ്യുന്നു, അത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നോക്കൂ, സാധാരണ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വരും, ഡെബിറ്റ് സൈഡ് വരും. അതുപോലെ തന്നെ ടു ബാലൻസ് പ്രോഡൗൺ 60,000 എഴുതിയിട്ടുണ്ട്. പിന്നെ സെയിൽസൊക്കെ നമ്മളവിടെ റെക്കോർഡ് ചെയ്യാറ്, സെയിൽസ്, ബിൽസ് റിസീവബിൾ, ഡിസോണർഡൊക്കെ സാധാരണ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ രണ്ടും ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യാറ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ അതിന് എഴുതണം നമ്മൾ. പക്ഷേ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് എൻട്രി വരിക. ടു നോമിനൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓർ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് രണ്ടും ഒന്നാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സെയിൽസ് 9,300. ടു ബിൽസ് റിസീവബിൾ ഡിസോണേർഡ്. ഇനി സാധാരണ ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഏതൊക്കെ വരിക, സാധാരണ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാങ്കിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ഡിസ്കൗണ്ട്, ബിൽസ് റിസീവബിൾ ഒക്കെയാണ് അത്. പക്ഷേ ഇവിടെ എന്താണ്, നോമിനൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് ആ ഐറ്റംസൊക്കെ കാണിക്കണം. ബാങ്ക്, ഡിസ്കൗണ്ട്, ബിൽസ് റിസീവബിൾ, റിട്ടേൺ ഇൻവേർഡ്സ്, അലവൻസസ്, ബാഡ് ഡെറ്റ്സ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സെയിൽസ് റെക്കോർഡ് ചെയ്യുക. ഡെറ്റേഴ്സ് ലെഡ്ജേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് സെയിൽസ്. ഡെറ്റേഴ്സിനെ കളിക്കുന്ന ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് വന്നു, ഡെറ്റേഴ്സ് കമ്മിയാണ്, ഡിസ്കൗണ്ട് കൊടുത്തു, ഡെറ്റേഴ്സിന് കമ്മിയല്ലേ, ബിൽസ് റിസീവബിൾ, റിട്ടേൺ ഇൻവേർഡ്, അലവൻസസ്. ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് നോക്കാം. ഇതും ജനറൽ ലെഡ്ജറും രണ്ട് അക്കൗണ്ടാണ്, ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാമെന്ന്. എങ്ങനെയായിരുന്നു പറഞ്ഞത്, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. സോ ബൈ നോമിനൽ ബാലൻസ് പ്രോഡൗൺ എഴുതണേ. ക്രെഡിറ്റേഴ്സിൻ്റെ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും 80,500. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നോമിനൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ
ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പർച്ചേസസ് റെക്കോർഡ് ചെയ്യുക. ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ ഓൾറെഡി എൻട്രി പറഞ്ഞിട്ടുണ്ട്. ആ എൻട്രിയാണ് ഇവിടെ കാണുന്നത് 4500. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ എന്ത് പറഞ്ഞു? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റിട്ടേൺ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ബാങ്ക്, ഡിസ്കൗണ്ട്, ബിൽസ് പേയബിൾ, റിട്ടേൺ ഔട്ട്വേർഡ്, അലവൻസ്, ബാലൻസ് ക്യാരിഡ് ഓൺ, ഇതെല്ലാം ബാലൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന ബാലൻസ് 10,550 റുപ്പീസാണ്. ഇവിടെ വരുന്ന ബാലൻസ് ഡെറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ 26,175 റുപ്പീസാണ്. നിങ്ങൾക്ക് ഈ ജനറൽ ലെഡ്ജർ വന്നിട്ട് ആദ്യം ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഡെറ്റേഴ്സ് ലെഡ്ജറിൽ പറഞ്ഞ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യുന്ന ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അതിൽ വരുന്ന ഓപ്പോസിറ്റ് എൻട്രീസ് ആണല്ലോ അതിൽ വരിക. ഓക്കെ, by balance debtors in the debtors ledger general ledger adjustment account by balance more than 60,000. അതിൽ സെയിൽസ് എങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മൾ എങ്ങനെയായിരുന്നു? ഡെറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് എൻട്രിയാണ് വരിക. എങ്ങനെ വരും? സെയിൽസ് എവിടെ റെക്കോർഡാവും? സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡാവുക. മറ്റേതിൽ എങ്ങനെയായിരുന്നു? ഡെബിറ്റ് സൈഡിലായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? ഡെറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട്. സെയിൽസ് 9,800, ബിൽസ് റിസീവ്ഡ് ഡിസ്കൗണ്ട്. അവിടെ വന്ന ഫുൾ ഓപ്പോസിറ്റ്. അവിടെ ഡെബിറ്റ് സൈഡ് ഇത് മൊത്തം ഇവിടെ ക്രെഡിറ്റ് സൈഡ് വരും. അവിടെ ക്രെഡിറ്റ് സൈഡ് ഇത് മൊത്തം ഇവിടെ ഡെബിറ്റ് സൈഡ് വരും. പിന്നെ ബാക്കി ഐറ്റംസ് റെക്കോർഡ് ചെയ്യാൻ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ടു ബാങ്ക്, ടു ഡിസ്കൗണ്ട്, ടു ബിൽസ് റിസീവബിൾ, റിട്ടേൺസ് ഇൻവേർഡ്, അലവൻസ്. നോക്കൂ, ഇവിടുത്തെ ബാലൻസും നേരത്തെ ഞാൻ ജനറൽ ലെഡ്ജറിൽ കാണിച്ച ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ഈക്വൽ 30,575. പിന്നെ ഒരു എൻട്രീസ് ഇതിൽ വരാത്തിമാണ് ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണത്. ക്യാഷ് സെയിൽസും പ്രൊവിഷൻ ഫോർ ഡെബ്റ്റബിൾ ഡെറ്റ്സും എന്തിൽ വരില്ല? ഈ ഡെറ്റേഴ്സ് ലെഡ്ജറിൽ വരില്ല കേട്ടോ. ക്യാഷ് സെയിൽസും പ്രൊവിഷൻ ഫോർ ഡെബ്റ്റബിൾ ഡെറ്റ്സും വരില്ല. നിങ്ങൾ നിങ്ങളുടെ ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ തന്നെ ഈ പ്രോബ്ലം ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ജനറൽ ലെഡ്ജറിലും ഈ ഡെറ്റേഴ്സ് ലെഡ്ജറിലും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലും ഒരേ ബാലൻസ് വരുമ്പോഴാണ് ഇത് സെൽഫ് ബാലൻസ്ഡ് ആയി പോയി എന്ന് നമ്മൾ പറയുക. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രീസ് അല്ലേ വരിക. ഓക്കെ, അപ്പോൾ എവിടെ നമ്മൾ പർച്ചേസ് നേരത്തെ റെക്കോർഡ് ചെയ്ത് ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ എങ്ങനെ വരും? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പർച്ചേസസ് 4,500. മറ്റേ നമ്മൾ എങ്ങനെ ചെയ്തത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പർച്ചേസസ് 4,500. എവിടെ വന്നു? ഡെബിറ്റ് സൈഡ്. ഇനി അതിന് അല്ലാത്ത ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യും? ഈ സൈഡിൽ ക്രെഡിറ്റ് സൈഡിലോട്ട് വരും. ഡിസ്കൗണ്ട്, ബിൽസ് പേയബിൾ, റിട്ടേൺ ഔട്ട്വേർഡ്, അലവൻസസ്. നോക്കൂ, ബാലൻസ് നോക്കൂ. നേരത്തെ നമ്മൾ ജനറൽ ലെഡ്ജറിൽ കണ്ട സെയിം ബാലൻസാണ് 10,550. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം സെൽഫ് ബാലൻസിൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ് ഏറ്റവും കുറവ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5 മാർക്സിന് അല്ല, പ്രിലിംസിന് 3 മാർക്സിനുള്ള 3 മാർക്സാണ് വരുന്നത്. മെയിൻസിന് 5 മാർക്സ് എന്നുള്ള എന്തോ ഒറ്റ ക്വസ്റ്റ്യൻ എന്തോ ഉള്ളൂ. ഓക്കെ, അത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. ഒരു പ്രത്യേകിച്ച് ഡിഫറൻസും ഇല്ലാതെ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കൺട്രോൾ അക്കൗണ്ട്സിൻ്റെ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക. സെക്ഷണൽ ബാലൻസിങ് എന്തെന്ന് മനസ്സിലാക്കുക. സെൽഫ് ബാലൻസിങ് എത്രയാണ് ഇതെന്ന് മാക്സിമം ചോദിക്കാൻ ഉള്ളൂ.